എല്ലാവർക്കും നമസ്കാരം. ജാസ് വേഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചെമ്പരത്തി കൊണ്ട് ഒരു ഹലുവയാണ്. നമ്മൾ രസം വെച്ച ചെമ്പരത്തി രസം ഉണ്ടാക്കാൻ പറ്റിയ ചെമ്പരത്തി പൂവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് ഒരു ഹലുവ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: അണ്ടിപ്പരിപ്പ് കുറച്ചെടുത്തിട്ടുണ്ട്, ഏലക്ക 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മാവ് 1 ബൗള് എടുത്തിട്ടുണ്ട്, നെയ്യ് 5 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്കിനി ചെമ്പരത്തിപ്പൂ ഒന്ന് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കാം. പിന്നെ അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ച് അതിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തു. അതിലേക്ക് നമുക്ക് ഈ ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെമ്പരത്തിപ്പൂ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കാനാണ്. നമ്മുടെ ചെമ്പരത്തിപ്പൂ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പൂവഞ്ഞ് കോരിയെടുക്കാം. അതിൻ്റെ ജ്യൂസ് മാത്രമാണ് നമുക്ക് ആവശ്യം. സ്റ്റൗ ഒന്ന് ഓഫാക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കിനി മാവ് കുറച്ച് തണുക്കണം. തണുത്തിട്ട് മാവ് കലക്കാവുള്ളൂ. ഈ ചൂടിൽ കലക്കിയാൽ മാവ് കട്ട പിടിക്കും. ഇപ്പോൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കാം. അരിമാവാണ്, അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇത് കരിയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഒരു നുള്ളു മതി. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ശർക്കര വേണമെങ്കിൽ ഇടാം, പക്ഷേ പഞ്ചസാരയാണ് ഇട്ട കാരണം ഇതിൻ്റെ കളർ മാറിപ്പോവാതിരിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്ത് തയ്യാറാക്കാൻ വയ്ക്കാം. ഞാൻ അടുപ്പ് കത്തിച്ചു. അതിലേക്കൊരു പാൻ വെച്ച് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 5 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമ്മൾ ഇളക്കി അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നല്ല ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബാക്കി നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിൽ വേണമെങ്കിൽ പഞ്ചസാര മാറ്റി ശർക്കര വേണമെങ്കിൽ ചേർക്കാം. ശർക്കര ചേർത്താൽ നമുക്ക് ഈ പൂവിൻ്റെ കളർ മാറിപ്പോകും. അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തത്. ശർക്കര വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഞാൻ കളർ മാറിപ്പോകാതെ ഇരിക്കാനാണ് ചേർക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂ ഹലുവ റെഡി ആയിട്ടുണ്ട്. ഇതിൽ അല്പം പോലും കളർ ഞാൻ ചേർത്തിട്ടില്ല. ഇത് ചെമ്പരത്തിപ്പൂവിൻ്റെ കളർ മാത്രമാണ്. കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര തന്നെ ഇട്ടത്. ശർക്കര ഇട്ടാൽ അതിൻ്റെ വേറൊരു കളറായിപ്പോകും. അതുകൊണ്ട് നമ്മുടെ ഹലുവ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കാം. ഇനി ഒരു പാത്രത്തിൽ ഞാൻ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് ഷേപ്പ് വരുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. കുറച്ച് നട്ട്സ് വെച്ച് കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ചെമ്പരത്തിപ്പൂ ഹലുവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ അല്പം പോലും കളറൊന്നും ചേർക്കാതെ എടുത്താൽ നമുക്ക് ഈ കളറിൽ തന്നെ കിട്ടും. ഇത് എപ്പോഴും എല്ലാവരും നോക്കി ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.